ഈ കായംകുളം മുക്കവലയിൽ പ്രവർത്തിക്കുന്ന റോയൽ പത്തിരി ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിലാണ് നാളുകൾക്ക് മുന്നേ പെരുന്നാൾ പ്രമാണിച്ച് പ്രീ ബുക്കിംഗ് നടത്തിയത്. പത്തിരിക്ക് വേണ്ടിയുള്ളതായിരുന്നു. പെരുന്നാൾ ദിവസം ആവശ്യാനുസരണം പത്തിരി നൽകും എന്നുള്ളതായിരുന്നു ആ പരസ്യം. ഒപ്പം അഡ്വാൻസ് തുക പൂർണ്ണമായി അഡ്വാൻസായി നൽകുകയും വേണമായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇത്തരത്തിൽ 100-ലധികം ആളുകൾ ഇത്തരത്തിൽ ഈ റോയൽ ഫുഡ്സിൽ നിന്ന് പത്തിരി പെരുന്നാൾ ദിവസത്തേക്ക് ഓർഡർ ചെയ്തിരുന്നു. അത് വാങ്ങാനായി വെളുപ്പിന് മുതൽ തന്നെ ആളുകൾ അവിടേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ആവശ്യാനുസരണം ഓർഡർ ലഭിച്ച പ്രകാരം ഈ പത്തിരി നൽകാനായില്ല. ഇതോടുകൂടി പിന്നാലെ വരുന്ന ആളുകളുടെ എണ്ണം കൂടി. അവിടെ വലിയ ആൾക്കൂട്ടമായി. പത്തിരി കിട്ടാതെ വന്നവർ അക്ഷമരായി. പിന്നീട് അവർ തമ്മിൽ തർക്കമായി. പോലീസിന് ഇടപെടേണ്ട സാഹചര്യം പോലും എത്തി. പോലീസ് എത്തിയൊരു ടോക്കൺ സംവിധാനം അടക്കം നൽകിയെങ്കിൽ പോലും ആ ടോക്കൺ സംവിധാനം പോലും കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യാനുസരണം പത്തിരി ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പാചകവാതക ക്ഷാമം അത് ആ സ്ഥാപനത്തെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. പക്ഷേ ഈ ബുക്കിംഗ് എടുക്കുമ്പോൾ ഈ കാര്യം ആളുകളെ അറിയിച്ചില്ല, അല്ലെങ്കിൽ പാചകവാതകത്തിന്റെ ലഭ്യത അനുസരിച്ച് ബുക്കിംഗ് നടത്തിയില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്ന പരാതി. ഇപ്പോഴും ആ തർക്കം തുടരുകയാണ്. പെരുന്നാൾ പ്രമാണിച്ച് മറ്റ് ഒരു ബദൽ മാർഗം തേടാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല നാട്ടുകാർ. കാരണം കടകളെല്ലാം അവധിയാണ്. ഈ രാവിലെ പത്തിരി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ബുക്ക് ചെയ്ത ആളുകളെല്ലാം നിരാശരാണ്. അങ്ങനെയാണ് ഒരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴും പോലീസ് ഒരു അനുനയ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ആളുകൾ അക്ഷമരാണ്. ഈ പെരുന്നാൾ ദിവസം മറ്റ് ഫുഡ് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ആശങ്ക അവരിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തർക്കങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.